അസ്സലാമു അലൈക്കും. സാർ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ സ്കൂളിലേക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, റോഡിലൂടെ പല കാഴ്ചകൾ നമ്മൾ കാണുന്നു, പല മുഖങ്ങൾ സ്ഥിര പരിചയം ആരാണെന്ന് പോലും നമുക്കറിയില്ല, പക്ഷേ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓണടിക്കുക അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് വിഷയമൊക്കെ ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റോട്ടിൽ നിരന്തരം ഒരേ റൂട്ടിലാണ് ഞാൻ ഒരു കഴിഞ്ഞ 10-16 വർഷക്കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ റൂട്ടിൽ ഒരുപാട് നമുക്കൊരിക്കലും അറിയാത്ത ആളുകൾ എന്നാൽ മുഖപരിചയമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ അടുത്തൊരു 2-3 വർഷമായിട്ട് കാണുന്നൊരു കാഴ്ച, അത് നമ്മളൊരു സ്നേഹക്കൂടിൽ ചർച്ചയ്ക്ക് എടുത്താൽ നന്നാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. റോഡിൽ ഒരു ദിവസം ഒരു സൈഡിൽ എന്തെങ്കിലും കുറച്ച് 4-5 കാലുകൾ വരുന്നു, ഒരാഴ്ച കൊണ്ട് അവിടെ ഒരു ഷോപ്പ് ആരംഭിക്കുന്നു, ഒരു ഈവനിങ് കഫേ. അങ്ങനെ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടുക്കും, ചിലത് 2 ആഴ്ച ഉണ്ടാവും, ചിലത് 1 മാസം ഉണ്ടാവും, ചില മാസങ്ങളുണ്ടാവും. ഞാനും മോളും ഇപ്പോൾ അവളും എൻ്റെ കൂടെ തന്നെയാണ് സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഇങ്ങനെ ചർച്ച ചെയ്ത ഒരു കാര്യമാണത്. വെച്ച് എത്ര ഷോപ്പുകളാണ് വരുന്നത്, എത്ര ഷോപ്പുകളാണ് പൂട്ടിപ്പോകുന്നത്, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് മോള് ചോദിച്ചൊരു സംഭവം. അപ്പോൾ ആ ഒരു കാര്യം അല്ലേ, ഈവനിങ് കഫേകൾ ഒരുപാട്, ഈവനിങ് കഫേകൾ മാത്രമല്ല പല ഷോപ്പുകൾ നമ്മൾ ഓരോ ടൗണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ എത്ര ഷോപ്പുകൾ ആരംഭിച്ചു, എത്ര ഷോപ്പുകൾ അടച്ചു എന്നൊരു ചർച്ചയ്ക്ക് എടുക്കുകയാണെങ്കിൽ അതൊരു വലിയ ഗവേഷണം നടത്താൻ മാത്രമുള്ള ഒരു വിഷയം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈ സംരംഭകരാവുക, ഒരു ബിസിനസ് ആരംഭിക്കുക എന്നൊക്കെ പറയുന്നത് കൂടുപോലെ പൊട്ടിമുളച്ച് വന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന് അതിനെക്കുറിച്ചൊന്ന് ബോധവൽക്കരിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ച ഈ ഒരു ചോദ്യം എൻ്റെ മനസ്സിനെയും വല്ലാതെ ആകുലപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സാധാരണ നാട്ടിൽ പറയുന്ന ഒരു വാക്കുണ്ട്, തുടങ്ങി കുടുങ്ങി. ഈ തുടങ്ങി കുടുങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേണ്ടത്ര ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ഒരു ആസൂത്രണം ഇല്ലാത്തതുകൊണ്ടാണ്. ഏതൊരു സംരംഭം തുടങ്ങരുത് എന്നൊന്നും നമ്മൾ പറയാനുള്ള അധികാരമില്ല. കാരണം ഓരോരുത്തരും അവരുടെ ഉപജീവനത്തിന് വേണ്ടി, മഴീഷത്തിന് വേണ്ടിയിട്ട് ഇടങ്ങറായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ഈ തുടങ്ങുന്ന ആളുകൾക്ക് അവരുടെ പണം നഷ്ടപ്പെടാതിരിക്കാൻ, അതുപോലെ തന്നെ അവർക്ക് മനസ്സമാധാനം കിട്ടാൻ, ഇതൊക്കെയാണ് നമ്മൾ സ്നേഹക്കൂട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംരംഭകർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ സംസാരം കേൾക്കുന്ന സമയവും അവിടെ ഒരാലോചന നടന്നുകൊണ്ടിരിക്കാവും. ഞാനിപ്പോൾ പെരിന്തൽമണ്ണയിലേക്ക് പുളിക്കലിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ പുതിയ സംരംഭങ്ങൾ ഇതുപോലെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു, കാരണം നമ്മളൊക്കെ നിരീക്ഷകരായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ അടിസ്ഥാനപരമായി നമുക്കുണ്ടാവേണ്ട ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ എന്ത് എന്ന് ചർച്ച ചെയ്യുന്നത് ഏറെ പ്രധാനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തിനും വ്യക്തമായൊരു പ്ലാൻ വേണം എന്നുള്ളതാണ്. ഒരു ആക്ഷൻ പ്ലാൻ ഇല്ലാതെ പെട്ടെന്ന് തുടങ്ങേണ്ട ഒരു കാര്യമല്ല നമ്മുടെ നാട്ടിലെ ഏതൊരു ബിസിനസ്സും. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം, വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നമ്മുടെ മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിച്ചെങ്കിലേ അവർക്ക് നല്ലൊരു ഭാസുരമായ വിവാഹ ജീവിതം ഉണ്ടാവും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ, ഒരു ബിസിനസ് ആവട്ടെ, എന്തൊരു കാര്യമാവട്ടെ, അത് ആരംഭിക്കുന്നതിന് മുമ്പ് അവിടെ കുറച്ച് അത്യാവശ്യമായി നമ്മളൊക്കെ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തുറന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അല്ലേ വീഴ്ചകളും തകർച്ചകളൊക്കെ, തകർച്ച ഇല്ലാതിരിക്കുന്നില്ല, സ്വാഭാവികമായിട്ടും വീഴ്ചകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ലാഭം കൂടാം, നഷ്ടം ഉണ്ടാവും, അതൊക്കെ ബിസിനസ്സിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. എന്നാലും അതിൻ്റെ ആഘാതങ്ങൾ കുറക്കാനും അങ്ങനെ ഒരു പ്രശ്നം വരുന്ന ഒരു സാഹചര്യത്തിൽ അതെങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. സാർ, ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ, അതിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ? ഒരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ, അത് ഏത് സംരംഭമാണെങ്കിലും ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു വിഷനാണ്, ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമ്മുടെ രാജ്യം ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം, റോഡിൻ്റെ മേഖലയിലുണ്ട വികസനം. ദേശീയപാത 6-വരിപ്പാതയായി അല്ലേ, നമ്മൾ കണ്ടില്ലേ? ഈ 6-വരിപ്പാതയാവുന്നത് ഒരു ആക്സിഡൻ്റ് അല്ലല്ലോ. ആദ്യമായിട്ട് ആ ഒരു പ്രോജക്റ്റ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫിനാൻസ് എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രതിസന്ധികൾ ചർച്ച ചെയ്യപ്പെടും. എവറിത്തിങ് ഈസ് ഹൈലൈറ്റഡ്. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ചർച്ച ഏതൊരു സംരംഭവും, ഇപ്പോൾ നമ്മൾ കാണുന്ന വലിയ ഹോസ്പിറ്റലുകൾ അല്ലേ, വലിയ ഹോസ്പിറ്റലുകൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുമുണ്ട്. ഇപ്പോൾ പെരിന്തൽമണ്ണ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സിറ്റി എന്നുള്ള പേരിലാണ് പെരിന്തൽമണ്ണ അറിയപ്പെടുന്നത്. അതൊന്നും ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതേ അല്ല. കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു വിഷൻ അവർക്കുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആളുകൾ അത് 5 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ ഒക്കെ സംരംഭങ്ങളാണെങ്കിൽ പോലും ഈ രൂപത്തിലുള്ള ഒരു വിഷനോട് കൂടിയല്ല തുടങ്ങുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രവാസികളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ, അവർ 10, 15, 20, 30 കൊല്ലമൊക്കെ ഗൾഫിൽ അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ്. അത് വാല്യുബിൾ ആണല്ലോ. ആ വാല്യുബിൾ ആയിട്ടുള്ള പണം നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരെ ആരോ മിസ്ഗൈഡ് ചെയ്യാണ്. കാരണം ഇവിടുത്തെ കാലാവസ്ഥ എന്ത്, ഇവിടുത്തെ പൾസ് എന്തെന്ന് അവർക്കറിയില്ല. അറിയാതെ ആരോ പറഞ്ഞ വലയിൽ കുടുങ്ങിയിട്ട് അവരങ്ങോട്ട് ചിലവഴിക്കുകയാണ്. ചിലവഴിച്ച് കിട്ടിയ പൈസ എടുക്കുന്നു, വീണ്ടും കടം വാങ്ങുന്നു, ലോൺ എടുക്കുന്നു അല്ലേ. 5 ലക്ഷം അവൻ്റെ കയ്യിലുണ്ടാവുള്ളൂ. 5 ലക്ഷം അവന് കുടുംബത്തിൽ നിന്ന് സ്വർണ്ണമൊക്കെ കൂടി പണയം വെച്ചിട്ട് 5 ഉണ്ടാക്കും. പിന്നെ ഒരു 10 ലക്ഷം ലോൺ എടുക്കും. മൊത്തം എത്രയായി? 20 ലക്ഷം. ആകെ അവൻ്റെ കയ്യിലുള്ളത് 5 ലക്ഷം. 15 ലക്ഷം കടയില്ലേ. ഈ കടം പിന്നെ അവനക്ക് വീട്ടാൻ പറ്റുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? അവൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ ബേസിലല്ല അവനിതൊന്നും തുടങ്ങിയത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അതിലൊരു വിഷൻ ഉണ്ടാവണം.
വിഷൻ മാത്രം പോരാ, കാഴ്ചപ്പാടുണ്ടായാൽ മാത്രം പോരാ. അത് 1 വർഷം എവിടെ എത്തണം, 2 വർഷം കൊണ്ട് എവിടെ എത്തണം, 5 വർഷം കൊണ്ട് എവിടെ എത്തണം എന്നുള്ള കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവുന്നതോടൊപ്പം അടങ്ങാത്ത ഒരു അഭിനിവേശം, പാഷൻ അതിനുണ്ടാവണം. ചില ആളുകൾ തുടക്കത്തിൽ നല്ല ആവേശം ഉണ്ടാവും അല്ലേ, ഏതൊരു സംരംഭവും. ഇപ്പോൾ ഷെയർ കൂടിയിട്ടൊക്കെ സംരംഭം തുടങ്ങുന്ന ഒരുപാട് സഹോദരങ്ങളുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യത്തിൽ നല്ല സജീവമായിട്ട് ഇറങ്ങും, പണിയൊക്കെ ഒരാളുടെ ചുമലിൽ നിൽക്കും, അവസാനം അയാൾ പറയും എനിക്കിത് കൂടുതൽ ചെന്നോ കാട്ടിക്കോ. അപ്പം ആ തുടക്കത്തിലുള്ള ആവേശം നിലനിർത്താൻ പറ്റുന്ന രൂപത്തിലുള്ള ആവേശമാവണം. ഇപ്പോൾ 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ടത് വിഷനാണ്, രണ്ടാമതായിട്ടുണ്ടാവേണ്ടത് പാഷനാണ്. പാഷൻ എന്ന് പറഞ്ഞാൽ അടങ്ങാത്ത ഒരു അഭിനിവേശം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക്. ഇത് വിജയിക്കും വിജയിക്കും വിജയിക്കും, പരാജയപ്പെടുന്നല്ല, വിജയിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് തുടങ്ങേണ്ടത്. പക്ഷേ വിജയിക്കുന്ന പ്രതീക്ഷ വെച്ച് ഇരുന്നാൽ പോരാ, അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാന് കൂടിയാലോചനയിൽ കൂടി പരിചയസമ്പത്തുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് സർവേ നടത്തി പഠനം നടത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പൊട്ടുന്നത് എന്തുകൊണ്ടാണ്? ഒരു ആവേശ കമ്മിറ്റി ആയിട്ടാണ് അല്ലേ. ഇവിടെ നല്ലൊരു സ്കോപ്പ് ഉണ്ട്, ഒരു കച്ചവടത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് നമുക്ക് അങ്ങ് തോന്നാം. ആരെ പറഞ്ഞു? ഞാൻ തന്നെ പറഞ്ഞു അല്ലേ. അല്ലെങ്കിൽ ഒരാൾ അവിടെ കച്ചവടം ഇട്ടിട്ട് അവിടെ ലാഭം കൊയ്യുന്നുണ്ടാവും. എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ നാട്ടിലേക്ക് ചേന്നമംഗലൂരിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ട്, അവിടെ 3 ഷോപ്പാണ് ഒന്നിച്ച് വന്നത്. ആദ്യം ഒരാളൊരു ഈവനിങ് കഫേ തുടങ്ങി, മാഷാ അല്ലാഹ് നല്ല കച്ചവടമുണ്ട്. അപ്പം തന്നെ അടുത്ത് വേറൊന്ന് തുടങ്ങി, പിന്നെ 3ാമതും തുടങ്ങി. 3 ഒരേ ലൈനിലാണ്. അവിടെ ആലോചിക്കില്ല, ഇത് 3 ഒന്നിച്ച് ചിലപ്പോൾ പൂട്ടുക. ഞാൻ പറഞ്ഞുകൊണ്ട് പൂട്ടല്ല, ഞാൻ പറയുന്നത് ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.